Hi all, welcome back. നമ്മൾ DC മെഷീൻസിൻ്റെ മൊഡ്യൂൾ 5 ലെക്ചർ 3 ഫേസ് ട്രാൻസ്ഫോമർ കണക്ഷൻസ്. അപ്പോൾ നമ്മൾ 3 ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ ടെർമിനൽ കണക്ഷൻസ് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, എ 3 ഫേസ് ട്രാൻസ്ഫോമർ ക്യാൻ ബി ബിൽറ്റ് ബൈ സ്യൂട്ടബിളി കണക്റ്റിംഗ് എ ബാങ്ക് ഓഫ് 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഓർ ബൈ 1 3 ഫേസ് ട്രാൻസ്ഫോമർ. നമ്മൾ പറഞ്ഞു 2 രീതിയിൽ കണക്ട് ചെയ്യാം. 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ സ്യൂട്ടബിൾ കണക്ഷനിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 3 ഫേസ് ട്രാൻസ്ഫോമർ ആയിട്ട് തന്നെ ചെയ്യാം. ദ പ്രൈമറി ഓർ സെക്കൻഡറി മേ ബി കണക്റ്റഡ് ഇൻ ഈതർ സ്റ്റാർ ഓർ ഡെൽറ്റ അറേഞ്ച്മെൻറ്റ്. നമുക്ക് പ്രൈമറി സ്റ്റാറിലോ അല്ലെങ്കിൽ ഡെൽറ്റയിലോ, അതേപോലെ സെക്കൻഡറി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറിലോ ഡെൽറ്റയിൽ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞു, സ്റ്റാർ പോസിബിളാണ്, ഡെൽറ്റ കണക്ഷൻ പോസിബിളാണ്, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർ. അപ്പോൾ ഈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ പ്രൈമറി സ്റ്റാറും സെക്കൻഡറി സ്റ്റാറും, ഡെൽറ്റ പറഞ്ഞാൽ പ്രൈമറി ഡെൽറ്റ സെക്കൻഡറി ഡെൽറ്റ, സ്റ്റാർ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ പ്രൈമറി സ്റ്റാർ സെക്കൻഡറി ഡെൽറ്റ സ്റ്റാർ എന്ന് പറഞ്ഞാൽ പ്രൈമറിയിൽ ഡെൽറ്റയും സെക്കൻഡറിയിൽ സ്റ്റാറും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദീസ് 4 കണക്ഷൻസ് ആർ ഷോൺ ഇൻ നമ്മൾ ഈ 3 കണക്ഷൻ നമ്മൾ അടുത്ത ഫിഗറിൽ കാണിച്ചു തരും. ഇൻ ദിസ് ഫിഗർ ദ വൈൻഡിങ്സ് അറ്റ് ലെഫ്റ്റ് ആർ ദ പ്രൈം. അപ്പോൾ നമ്മൾ ആ കാണിക്കുന്നതിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് പ്രൈമറി, റൈറ്റ് സൈഡിലുള്ളത് എന്താണ്, സെക്കൻഡറി ആണ്. ദ പ്രൈമറി ആൻഡ് സെക്കൻഡ് വോൾട്ടേജസ് കറൻറ്റൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. പ്രൈമറി ലൈൻ വോൾട്ടേജ് വിയും സെക്കൻഡറി പ്രൈമറി ലൈൻ കറൻറ്റിനെ ഐനും ആയിട്ട് എടുക്കും. അപ്പോൾ പ്രൈമറി ഉള്ളതിനെ നമ്മൾ വിയും ഐയും ആയിട്ട് നമ്മൾ എടുത്തു. ദ ഫേസ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കെ ഈസ് ഗിവൺ ബൈ എന്താണ്, N2/N1. ഇത് N2/N1. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്താണ് അതിൻ്റെ കണക്ഷൻസും അതിൻ്റെ ഡയഗ്രാം എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, 3 ഫേസ് ട്രാൻസ്ഫോമർ കണക്ഷൻ്റെ ഇതാണ് സ്റ്റാർ കണക്ഷൻ പറഞ്ഞതിൽ ഇതുണ്ട്. പ്രൈമറി എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കി. പ്രൈമറി സ്റ്റാറായിട്ട് കണക്ട് ചെയ്തു, സെക്കൻഡറി സ്റ്റാറായിട്ട് കണക്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു വിനെയും ഐനെയും നമ്മൾ പ്രൈമറി കറൻറ്റും ലൈൻ കറൻറ്റും ഇതായിട്ട് എടുത്തു പറഞ്ഞു. ഇൻ ദ സ്റ്റാർ കണക്ഷൻ ഷോൺ ഇൻ ദ ഫിഗർ 1 ഇതാണ് കേട്ടോ, ഇത് ഫിഗർ 2. ഓക്കെ, 57.7% or 1/3 of the line voltage is impressed upon each winding, but full line current flows in each winding. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/3 ഓഫ് വോൾട്ടേജ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലൈൻ വോൾട്ടേജ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈച്ച് വൈൻഡിങ്, ബട്ട് ഫുൾ ലൈൻ കറണ്ട് ഫ്ലോസ് ഇൻ ഈച്ച് വൈൻഡിങ്. ഈ സ്റ്റാർ കണക്ഷൻ സിസ്റ്റത്തിലാണ് ഒരു 57.7% ലൈൻ വോൾട്ടേജ് അവിടെ കൊടുക്കുള്ളൂ. കാരണം നമുക്കറിയാം ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VL/√3 അങ്ങനത്തെ ഒരു ഇതുണ്ട് അല്ലേ. ദ പവർ സർക്യൂട്ട്സ് പക്ഷേ ഫുൾ ലൈൻ കറണ്ട് ആണ്. ദ പവർ സർക്യൂട്ട് സപ്ലൈഡ് ഫ്രം എ സ്റ്റാർ ബാങ്ക് ഓഫൺ ക്രിയേറ്റ് സീരിയസ് ഡിസ്റ്റർബൻസസ് ഇൻ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്സ് ഇൻ ദർ ഇമ്മീഡിയറ്റ് വിസിനിറ്റി. ബിക്കോസ് ഓഫ് ദിസ് ആൻഡ് അതർ അഡ്വാൻറ്റേജ് ദ സ്റ്റാർ കണക്ഷൻ ഈസ് സെൽഡം യൂസ്ഡ്. ഈ സ്റ്റാർ കണക്ഷനെ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് കൂടെ പോകുമ്പോൾ നമ്മളുടെ സീരിയസ് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്സിനുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അത് വളരെ കുറവാണ് യൂസ് ചെയ്യാറ്. ഇനി ഡെൽറ്റ കണക്ഷൻ. The delta connection is shown in this figure 2. It is often used for moderate voltage ആണ് യൂസ് ചെയ്യുക. An advantage of this connection is that if one transformer gets damaged or is removed from the service, the remaining 2 can be operated in what is known as open delta or VV connection. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു വൈൻഡിങ്, ഇപ്പോൾ നമ്മൾ 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ വൈൻഡിങ് ഇതായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ഡെൽറ്റ VV കണക്ഷൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ബൈ ബീയിങ് ഓപ്പറേറ്റഡ് ഇൻ ദിസ് വേ ദ ബാങ്ക് സ്റ്റിൽ ഡെലിവേഴ്സ് 3 ഫേസ് കറൻറ്റ്സ് ആൻഡ് വോൾട്ടേജസ് ഇൻ ദെയർ കറക്റ്റ് ഫേസ് റിലേഷൻഷിപ്പ്. ബട്ട് ദ കപ്പാസിറ്റി ഓഫ് ബാങ്ക് ഈസ് റെഡ്യൂസ്ഡ്. പക്ഷേ ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് 3 ഫേസ് വോൾട്ടേജും എല്ലാം കിട്ടും. പക്ഷേ എന്താണ് 57.7% നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഡെൽറ്റ കണക്ഷൻ. പ്രൈമറി സെക്കൻഡറി ഡെൽറ്റ ആയിരിക്കും. ഇനി സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ പ്രൈമറി സ്റ്റാറും സെക്കൻഡറി എന്തായിരിക്കും, ഡെൽറ്റ ആയിരിക്കും. ദ സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ 3. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്റ്റെപ്പിംഗ് ഡൗൺ ഹൈ വോൾട്ടേജ്. ഇത് എന്തിനാണ്, സ്റ്റെപ്പിംഗ് ഡൗൺ ഹൈ വോൾട്ടേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർ ഡെൽറ്റ യൂസ് ചെയ്യുക. ഇൻ ദിസ് കേസ് ദ പ്രൈമറീസ് ആർ ഡിസൈൻഡ് ഫോർ 57. നമ്മൾ പറഞ്ഞ പോലെ സ്റ്റാറിൽ എപ്പോഴും 57.7% ഓഫ് ഹൈ ഇത് കിട്ടും. ഇവിടെ ഹൈ സൈഡ് ഹൈ ടെൻഷൻ വോൾട്ടേജ്, ഇവിടെ എന്താണ് ഫുൾ ലെവലിൽ നമുക്ക് കിട്ടും. ഇനി ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ ഇതാണ് ഈ കാണിച്ചാണ് ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ. അത് സ്റ്റെപ്പിംഗ് ഓഫ് ഹൈ വോൾട്ടേജ്, സ്റ്റെപ്പിംഗ് അപ്പ് ഓഫ് ഹൈ വോൾട്ടേജ്. ഇത് സ്റ്റെപ്പിംഗ് ഡൗൺ ആണെങ്കിൽ ഇവിടെ സ്റ്റെപ്പിംഗ് അപ്പ് ഓഫ് ഹൈ വോൾട്ടേജ്. ഈ ലെവലിലാണ് എന്ത് ചെയ്യുക, ഇത്രയും യൂസ് ചെയ്യുക. ഇതാണ് നമ്മളുടെ മെയിൻ കണക്ഷൻസ് ഉണ്ട്. ഓക്കെ,
ഇനി ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഓപ്പൺ ഡെൽറ്റ കണക്ഷനും പിന്നെ ഒരു സ്കോട്ട് കണക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് മെയിനായിട്ട് ത്രീ ഫേസ് ട്രാൻസ്ഫോമർ വിത്ത് 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ എന്നുള്ള കണ്ടീഷനിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കുക. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ട്രാൻസ്ഫോമർ, ഒരു വൈൻഡിങ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ പോയി കഴിഞ്ഞാൽ 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു 3 ഫേസ് സിസ്റ്റം വർക്ക് ചെയ്യിക്കാൻ പറ്റും എന്നുള്ള പോസിബിലിറ്റി, അതിൻ്റെ കണക്ഷനാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ടു ട്രാൻസ്ഫോം 3 ഫേസ് പവർ ബൈ യൂസിങ് 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ്. 2 മെത്തേഡ്സ് ഓഫ് ഡൂയിങ് ദിസ് ആർ ദ കണക്ഷൻ ഓഫ് 2 ഐഡൻറ്റിക്കൽ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഇൻ ഓപ്പൺ ഡെൽറ്റ. അതായത് 2 ഐഡൻറ്റിക്കൽ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഓപ്പൺ ഡെൽറ്റ ആയിട്ട് അതിന് ഇങ്ങനെയാണ് കാണിക്കുക, ഓപ്പൺ ഡെൽറ്റ എന്നുള്ളതിന് കാണിക്കുക ഇങ്ങനെ. ആൻഡ് ദ TT കണക്ഷൻ, സ്കോട്ട് കണക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഓഫ് 2 ഐഡൻറ്റിക്കൽ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. നമ്മൾ ട്രാൻസ്ഫോമേഴ്സിൽ ലാബിലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഓപ്പൺ ഡെൽറ്റയും സ്കോട്ട് കണക്ഷനും. ഓക്കെ, ബോത്ത് ഓഫ് ദീസ് മെത്തേഡ്സ് ഓഫ് 3 ഫേസ് ട്രാൻസ്ഫോമർ റിസൾട്ട് ഇൻ slightly unbalanced output voltage under load because of unsymmetrical relation. Unsymmetrical relation വരും ഇവിടെ, കാരണം എന്താ വെച്ചാൽ ഓപ്പൺ ഡെൽറ്റ വരുമ്പോൾ ബോത്ത് ദീസ് മെത്തേഡ്സ് ഓഫ് 3 ഫേസ് ട്രാൻസ്ഫോർമേഷൻ റിസൾട്ട് ഇൻ സ്ലൈറ്റ്ലി അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജസ് അണ്ടർ ലോഡ്. അതായത് സ്ലൈറ്റ്ലി അൺബാലൻസ്ഡ് വോൾട്ടേജ് ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ അൺസിമെട്രിക്കൽ റിലേഷൻ ആയിരിക്കും, ഒരു വൈൻഡിങ് ഇല്ല അല്ലേ. ദ അൺബാലൻസ് ഈസ് നെഗ്ലിജിബിൾ അണ്ടർ യൂഷ്വൽ കണ്ടീഷൻസ് ഓഫ് ഓപ്പറേഷൻ. പക്ഷേ ഈ അൺബാലൻസ് എന്താണ്, നെഗ്ലിജിബിൾ ആയിരിക്കും. യൂഷ്വൽ കണ്ടീഷൻസ് ഓഫ് ഓപ്പറേഷനിൽ എന്തായിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും. ഇനി ഓപ്പൺ ഡെൽറ്റ ഓർ VV കണക്ഷൻ. If one transformer breaks down in a star connected system of a 3 single phase transformer, ഒരു ട്രാൻസ്ഫോമർ ഇപ്പോൾ 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തിരിക്കുകയാണ്, അതിലൊരു ട്രാൻസ്ഫോമർ ഫെയിൽ ആയി കഴിഞ്ഞാൽ, ഒരു സ്റ്റാർ കണക്റ്ററിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ 3 ഫേസ് പവർ cannot be supplied until the defective transformer has been replaced or repaired. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ ഒരു ട്രാൻസ്ഫോമർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് റിപ്പയർ ചെയ്യാൻ വരെ 3 ഫേസ് പവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ടു എലിമിനേറ്റ് ദിസ് അൺഡിസറബിൾ കണ്ടീഷൻ, ആ അൺഡിസറബിൾ കണ്ടീഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ആർ ജനറേറ്റലി കണക്റ്റഡ് ഇൻ ഡെൽറ്റ. അപ്പോൾ എന്ത് ചെയ്യും, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ജനറലി നമ്മൾ എന്ത് ചെയ്യും, ഡെൽറ്റ കണക്ഷനിൽ സ്റ്റാർ കണക്ഷൻ വരും, ഡെൽറ്റ കണക്ഷനാണ് ചെയ്യുക. ഇൻ ദിസ് കേസ് ഇഫ് വൺ ട്രാൻസ്ഫോമർ ബ്രേക്സ് ഡൗൺ ഇറ്റ് ഈസ് പോസിബിൾ ടു കണ്ടിന്യൂ supplying 3 phase power with the other 2 transformers because this arrangement maintain correct voltage and phase relation on the secondary. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ 3 ഫേസ് പവർ നമുക്ക് 2 ട്രാൻസ്ഫോമർ വെച്ചിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഈ അറേഞ്ച്മെൻറ്റ് കാരണം കൊണ്ട് കറക്റ്റ് വോൾട്ടേജ് ഫേസ് റിലേഷൻ നമുക്ക് സെക്കൻഡറിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഹവർ വിത്ത് 2 ട്രാൻസ്ഫോമർ ദ കപ്പാസിറ്റി ഓഫ് ദ ബാങ്ക് ഈസ് റെഡ്യൂസ്ഡ്. പക്ഷേ നമുക്കങ്ങനെ സെക്കൻഡറിയിൽ കറക്റ്റായിട്ട് വോൾട്ടേജും ഫേസ് റിലേഷനും നടക്കാൻ പറ്റുമെങ്കിൽ പോലും 57.7% എന്തുണ്ട്, കുറവുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കുറവ് നമുക്ക് ഈ ഓപ്പൺ VV കണക്ഷനിൽ വരും. ഓക്കെ, ഇനി 3 ഫേസ് ട്രാൻസ്ഫോർമേഷൻ വിത്ത് 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ തിയറി, അതിൽ നമ്മൾ ഫസ്റ്റ് കണക്ഷൻ്റെ ഏത് ഈ പറയണ ഓപ്പൺ ഡെൽറ്റയുടെ തിയറി എങ്ങനെയാണെന്ന് നോക്കാം. If one transformer is removed in delta connection, ഒരു ട്രാൻസ്ഫോമർ ഡെൽറ്റ കണക്ഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഒരെണ്ണം റിമൂവ് ചെയ്ത്, ഇത് ഡോട്ടർ ആണ് കേട്ടോ, ശ്രദ്ധിക്കണേ, ദിസ് വൺ ഈസ് ഡോട്ടഡ്. ഓക്കെ, it becomes open delta or VV connection. In complete delta connection, the voltage of any one phase is equal to the opposite to the sum of the voltage to the other 2 phases. അപ്പോൾ ഒരു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനത്തെ കംപ്ലീറ്റ് ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ ഓപ്പൺ 1 ഫേസിലത്തെ എന്തായിരിക്കും, ഈക്വൽ ഓപ്പോസിറ്റീവ് ആയിരിക്കും എന്ത്, സം ഓഫ് ദ വോൾട്ടേജ് ടു ദ അതർ ഫേസസ്. ഓക്കെ, therefore under no load condition if one transformer is removed the other 2 will maintain the same 3 line voltage on the secondary side. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ഇത് ഈ ഡെൽറ്റ കണക്ഷനിൽ ഒരു ഫേസിൽ തന്നെ ബാക്കി 2 മെത്തേഡും അഡീഷണൽ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നോ ലോഡ് കണ്ടീഷനിൽ എന്താണ്, ഒരു ട്രാൻസ്ഫോമർ റിമൂവ് ചെയ്താലും ബാക്കി 2 ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, 3 ലൈൻ വോൾട്ടേജസ് എന്ത് ചെയ്യും, സെക്കൻഡറി സൈഡിലേക്ക് എന്ത് ചെയ്യും, കൊടുക്കും. Under load condition, the secondary line voltage will be slightly unbalanced because of the unsymmetrical relation of the impedance drop in the transformers. പക്ഷേ ലോഡ് കണ്ടീഷനിൽ എന്താണ്, സെക്കൻഡറി ലൈൻ വോൾട്ടേജസ് സ്ലൈറ്റ്ലി എന്തായിരിക്കും, അൺബാലൻസ് ചെയ്യും. അതിനുള്ള കാരണം എന്താണ്,
അൺസിമെട്രിക്കൽ റിലേഷൻ ഓഫ് ദ ഇംപെഡൻസ് ഡ്രോപ്പ് ഇൻ ദ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ പറഞ്ഞു ഡെൽറ്റ കണക്ഷനിൽ ഒരു കണക്ഷൻ വേറെ നോർമലി ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫേസാണ് ബാക്കി രണ്ട് ഫേസിൻ്റെയും അഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും, സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അപ്പോൾ ഒരെണ്ണം റിമൂവ് ചെയ്താൽ പോലും സെക്കൻഡറിയിലോട്ട് അതെന്ത് ചെയ്യും, സെക്കൻഡറി സൈഡിലോട്ട് സെയിം 3 ലൈൻ വോൾട്ടേജും എന്ത് ചെയ്യും, അത് പ്രൊവൈഡ് ചെയ്യും. ഫിഗർ 1 ഷോസ് ദ ഓപ്പൺ ഡെൽറ്റ connection. One transformer shown dotted is removed. For simplicity, ഇത് റിമൂവ് ചെയ്താണ് സി എന്നുള്ളത്. ഫോർ സിംപ്ലിസിറ്റി ദ ലോഡ് ഈസ് കൺസിഡർഡ് ടു ബി സ്റ്റാർ കണക്റ്റഡ്. അപ്പോൾ പിന്നെ എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ലോഡ് എന്തായി സ്റ്റാർ കണക്റ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഹിയർ വി എ ബി നോക്കി വി എ ബി and VCA represents the line-to-line voltage of the primary. Okay, VAB, VBC and VCA represent line-to-line voltage of the secondary side. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് VAB ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ് VAB, VBC and VCA. ഇത് ഡോട്ടർ അല്ല കേട്ടോ. VCA represents the line-to-line voltage of the secondary, where VAN, VBN, VCN represents the phase voltage of the load. നോക്കിയേ, ഇവിടെയാണ് ഇതാണ് ലോഡ് അല്ലേ. അപ്പോൾ VAN, VBN, VCN എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് റെപ്രസെൻറ്റ് ദ ഫേസ് വോൾട്ടേജ് ഓഫ് ദ ലോഡ് അല്ലേ. ഇതൊരു ഫേസിലുള്ളതല്ലേ അല്ലേ. ഓക്കെ, ഫോർ ഇൻഡക്റ്റീവ് ലോഡ് ദ ലോഡ് കറൻസ്. ഇൻഡക്റ്റീവ് ലോഡാണെങ്കിൽ ലോഡ് കറൻസ് എപ്പോഴും എന്താണ്, എപ്പോഴും ഇൻഡക്റ്റീവ് ലോഡിൻ്റെ കേസ് എന്താ പറയുക, ലാഗിങ് പവർ ഫാക്ടറാണ് നമ്മൾ പറയുക അല്ലേ. ലാഗിങ് പവർ ഫാക്ടർ എന്താണ്, കറൻറ്റ് ലാഗ്സ് വോൾട്ടേജ് അല്ലേ. അപ്പോൾ ഒരു ഇൻഡക്റ്റീവ് ലോഡിൽ നമുക്ക് പറയാൻ പറ്റും IA, IB, IC ലാഗ്സ് ബിഹൈൻഡ് എന്ത് ദിസ് VAN, VBN, VCN ബൈ an ആംഗിൾ, ഫേസ് ആംഗിൾ ഫൈ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ടെർമിനൽസ് മാർക്ക് ചെയ്തു. VAB, VBC, VCA ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ എന്ത് മാർക്ക് ചെയ്തു, ഇവിടെ ഇത് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും. അതായത് ഈ ട്രാൻസ്ഫോമർ ഇവിടെ റിമൂവ് ചെയ്തു, ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഇവിടെ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ സെക്കൻഡ് ഇവിടെ റിമൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ VAB അതുപോലെ VBC ഇതൊക്കെ സ്മോൾ ലെറ്ററിലും ഇത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. പിന്നെ ലോഡിന് ഇത് കൊടുത്തു VAN, VBN, VCN എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ഇനി അതിൻ്റെ ഫർദർ നമ്മളുടെ കമ്പ്യൂട്ടേഷൻ ഇതിലേക്ക് പോകാം. ലെറ്റ് ഫിഗർ 2 ഷോസ് ദ ഫേസർ ഡയഗ്രാം ഓഫ് ദ voltages and current. The transformer windings VAB and BC will deliver power is given by VAB and PAB. അതായത് ട്രാൻസ്ഫോമർ AB and ABയും CAയും എങ്ങനെയാണ് പവർ ഡെലിവർ ചെയ്യണത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയൊക്കെ PAB എന്ന് പറഞ്ഞാൽ എന്താണ്, PAB പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, VAB നമ്മളുടെ ട്രാൻസ്ഫോമർ വൈൻഡിങ്സ് AB ആൻഡ് BC അതായത് സെക്കൻഡറി സൈഡാണ് പറയുന്നത്. PAB പറഞ്ഞാൽ എന്താണ്, VAB ഇൻറ്റു IA cos 30+5. PBC പറഞ്ഞു കഴിഞ്ഞാൽ VCB IC cos 30-5. ഓക്കെ, അപ്പോൾ അത് ആ ഫേസ് ആംഗിളിൻ്റെ ഡിഫറൻസിനനുസരിച്ചിട്ടാണ് ഇത് വരിക, കാരണം 3 ഫേസ് ഉണ്ടല്ലോ. അപ്പോൾ ലെറ്റ് VAB VCBനെ നമ്മൾ എന്ത് ചെയ്യും, V ആക്കി എടുത്തു. IAനെയും ICനെയും നമ്മൾ എന്താക്കിയെടുത്തു, സെയിം മാഗ്നിറ്റ്യൂഡാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അപ്പോൾ ഇതിനെ വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് ദ ട്രാൻസ്ഫോമർ സെക്കൻഡറി വൈൻഡിങ്, സെക്കൻഡറി സൈഡിങ് ആണ് പറയുന്നത്. കറണ്ട് റേറ്റിംഗ് ഓഫ് ദ ട്രാൻസ്ഫോമർ സെക്കൻഡറി വൈൻഡിങ്. പവർ ഫാക്ടർ 1 ആണെന്നുണ്ടെങ്കിൽ, റെസിസ്റ്റീവ് ലോഡാണെന്നുണ്ടെങ്കിൽ പവർ ഫാക്ടർ 1 ആയിരിക്കും. പവർ ഫാക്ടർ 1 ആകുമ്പോൾ cos 5 = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 5 will be 0. അതാണ് ഈ ഇതാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക, ഒരു 3 ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡ് വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. സെക്കൻഡറി സൈഡിൽ നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളത്, ഞാൻ പറഞ്ഞില്ലേ സ്മോൾ ലെറ്റർ ഇതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ PAB പറഞ്ഞാൽ VA IA cos 5 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ രണ്ട് ഇതെടുക്കുമ്പോൾ ഒന്ന് VAB IA cos 30+5ഉം PBCക്ക് VCB IC cos 30-5 കൊടുത്തു. അപ്പോൾ ഇതിൽ നമ്മൾ VAB = VCB എടുത്തു, അതുപോലെ
അത് വി ആണെന്ന്, സെയിം മാഗ്നിറ്റ്യൂഡാണ്. ഇതിന് കറണ്ട് എന്നാണ് സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ കറണ്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു എടുത്തു. പവർ ഫാക്ടർ 1 ആക്കിയിട്ടാണ് എടുക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്? അപ്പോൾ ഫേസ് ആംഗിൾ 0 റെസിസ്റ്റീവ് ലോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. Therefore പവർ ഡെലിവേർഡ് ടു ദ റെസിസ്റ്റീവ് ലോഡ് ബൈ വി വി കണക്ഷൻ എന്ന് പറഞ്ഞാൽ പി എ ബി പ്ലസ് പി ബി സി ആണ്. പി എ ബി പ്ലസ് പി ബി സി ആണ്. രണ്ട് വൈൻഡിങ്ങിൻ്റെ പവർ അല്ലേ ഉള്ളൂ. പവർ കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എ ബി പ്ലസ് പി ബി സി. അപ്പോൾ നമ്മൾ ആ പി എ ബിക്ക് വി എ ബിക്ക് പകരം വി കൊടുത്തു, മറ്റേതിനായി. അപ്പോൾ ഐ കോസ് 30 പ്ലസും 30 പ്ലസ് വി ഐ കോസ് 30. അതായത് നമ്മൾ നേരത്തെ വി ഐ കോസ് 30 പ്ലസ് 5ഉം വി ഐ കോസ് 30 മൈനസ് 5ഉം ആയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ 5ഉം പോകാനുള്ള കാരണം എന്താണ്? ദേ ആർ 0. അപ്പോൾ എന്തായി? ഇവിടെ വി എ ബി ഐ എ എന്നുള്ളതിന് വിയും ഐയും ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ, അത് ഓർമ്മ വേണേ. അപ്പോൾ എന്തായി? ഇറ്റ് ഈസ് 2 വി ഐ കോസ് 30 എന്ന് പറഞ്ഞിട്ട് വന്നു. ഓക്കെ, വിത്ത് ഓൾ 3 ട്രാൻസ്ഫോമേഴ്സ് കണക്റ്റഡ് ഇൻ ഡെൽറ്റ ദാറ്റ് പവർ ഡെലിവേർഡ് ടു ദ റെസിസ്റ്റീവ് ലോഡ്. നമ്മൾ കാരണം ഒരെണ്ണം റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഡെൽറ്റ കണക്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ പി ഡെൽറ്റ പറഞ്ഞാൽ ശരിക്കും നമുക്ക് എന്ത് കിട്ടണം? 3 ഇൻറ്റു വി ഐ എന്ന് പറഞ്ഞിട്ട് കിട്ടണം അല്ലേ. പക്ഷേ അപ്പോൾ നമ്മൾ എന്താണ് പി വി ഇവിടെ കിട്ടിയിട്ടുണ്ട്. പി വി ബൈ പി ഡെൽറ്റ നമുക്ക് എന്താണ് കുറയണത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു? 2 വി ഐ കോസ് 30 ഡിഗ്രി ഡിവൈഡ് ബൈ 3 വി ഐ ചെയ്തു. അപ്പോൾ ഇവിടെ വെട്ടിപ്പോയപ്പോൾ 2 cos 30 by 3 ചെയ്തപ്പോൾ ഇറ്റ് ഈസ് 0.577. ഹെൻസ് ദ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓഫ് എ വി വി സർക്യൂട്ട് വിത്തൗട്ട് ഓവർ ഹീറ്റിംഗ് ദ ട്രാൻസ്ഫോമർ ഈസ് 57.7% ഓഫ് ദ കപ്പാസിറ്റി ഓഫ് കംപ്ലീറ്റ് ഡെൽറ്റ സർക്യൂട്ട് ഓഫ് ദ സെയിം ട്രാൻസ്ഫോമർ. In a VV connected circuit, only 86.6% of the rated capacity of the true transformer is available. This can be readily proved. Operating capacity ആണ് എന്താണ്? 2 VI cos 30i ആണ്. അവൈലബിൾ കപ്പാസിറ്റി ഉണ്ട് 2 ഇതേ ഉള്ളൂ, 2 VI. അപ്പോൾ എന്താണ് ഇത് കട്ട് ചെയ്തപ്പോൾ കോസ് 30, അങ്ങനെയാണ് 8.866%. അപ്പോൾ നോക്കുക, നമുക്ക് ശരിക്കും ഓപ്പൺ കണ്ടീഷൻ സർക്യൂട്ടിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഒന്നും കൂടി ശരിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ചിലപ്പോൾ ഈ പല ടൈപ്പ് കണക്ഷൻസ് ചോദിക്കും. ഓപ്പൺ ഡെൽറ്റ എന്താണ്, അതുപോലെ സ്കോട്ട് കണക്ഷൻ എന്താണ്, അങ്ങനെയൊക്കെ നോക്കും. ഇനി നമുക്കൊരു ന്യൂമറിക്കൽ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിതൊന്ന് ഏത് വി വി കണക്ഷൻ നമുക്ക് നോക്കി വെക്കാം. സപ്പോസ് 3 ടെർമിനൽ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഈച്ച് ഓഫ് കപ്പാസിറ്റി 10 kVA ആർ കണക്റ്റഡ് ഇൻ ഡെൽറ്റ. ദ ടോട്ടൽ റേറ്റിംഗ് ഓഫ് 3 ട്രാൻസ്ഫോമർ ഈസ് 30 kVA. 3 ട്രാൻസ്ഫോമർ 10 kVAയുടെ 3 ട്രാൻസ്ഫോമർ നമ്മൾ എന്ത് ചെയ്തു? ഡെൽറ്റ കണക്ഷനിൽ കണക്ട് ചെയ്തു. അപ്പോൾ എന്താണ് ടോട്ടൽ റേറ്റിംഗ് എത്രയായി? 30 kVA. When one transformer is removed, the system can deliver 3-phase to and reverts to VV circuit. ഒരെണ്ണം റിമൂവ് ചെയ്തിട്ട് VV ആയപ്പോൾ it can deliver 3-phase power to a 3-phase load. 3-phase power ഇതാക്കാം. However, the kVA capacity of VV transformer is reduced to എന്താണ് 30 into 0.577i. അപ്പോൾ എന്താണ് 17.3 kVA and not 20 kVA. കാരണം എന്താണ് 57% നമ്മൾ കുറയും, as might be expected. This reduced capacity can be determined in any alternate way. Available capacity of 2 transformer എത്രയാണ്? 20 kVA ആണ്. When operating only 86% of the rated capacity is available. അപ്പോൾ 20 into 0.866 ചെയ്ത് കഴിഞ്ഞാൽ 17.3 kVA. അതായത് രണ്ട് രീതിയിൽ കാണാം. ഒന്നെന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ 57% നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു, അത് കിട്ടുള്ളൂ പറഞ്ഞു, അതാണ് ഇങ്ങനെ ചെയ്ത്. അല്ലെങ്കിൽ നമുക്കറിയാം 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൽ 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ 20 kVA ആണ്. നമുക്കറിയാം 86.6% ആണ് അതിന് മാക്സിമം നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ, റേറ്റഡ് കപ്പാസിറ്റി കിട്ടുള്ളൂ പറഞ്ഞു. അപ്പോൾ എന്താണ് ആ 20 ഇൻറ്റു ഇത് ചെയ്താൽ മതി, ഇത് കിട്ടും. അതാണ് നമ്മൾ ആ 2 രീതിയിൽ നമ്മളവിടെ ചെയ്തു വെച്ചത്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടർ ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ഇൻ വി വി സർക്യൂട്ട്. ഒരു പവർ ഫാക്ടർ എങ്ങനെയായിരിക്കുന്നത്? വെൻ വി വി സർക്യൂട്ട് ഈസ് ഡെലിവറിങ് 3-phase പവർ, ദ പവർ ഫാക്ടർ ഓഫ് ദ 2 ട്രാൻസ്ഫോമേഴ്സ്, ഞാൻ കുറച്ചുകൂടി സ്പീഡാക്കി പറയുന്നത് 19 മിനിറ്റ്. വെൻ വി വി സർക്യൂട്ട് ഈസ് ഡെലിവറിങ് 3-phase പവർ, ദ പവർ ഫാക്ടർ ഓഫ് ദ 2 ട്രാൻസ്ഫോമർ ഈസ് നോട്ട് ദ സെയിം എക്സെപ്റ്റ് അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ. യൂണിറ്റി പവർ ഫാക്ടർ അല്ലാത്ത കണ്ടീഷനിൽ പവർ ഫാക്ടർ ഒരിക്കലും എന്തായിരിക്കില്ല, സെയിം ആയിരിക്കില്ല. Therefore, the voltage regulation of 2 transformer will not be the same if the load power factor angle is 5. Then power factor of transformer 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos 30 minus 5, പവർ ഫാക്ടർ ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ് cos 30 plus 5 ആണ്. അപ്പോൾ വെൻ ലോഡ് പവർ ഫാക്ടർ ഈസ് 1, ലോഡ് ഫാക്ടർ 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ഫേസ് ആംഗിൾ 0 ആവും. ഇൻ ദിസ് കേസ്
ഈച്ച് ട്രാൻസ്ഫോമർ വിൽ ഹാവ് എ പവർ ഫാക്ടർ ഓഫ് 0.86 അല്ലേ. 0 ആകുമ്പോൾ ഇവിടെ നോക്കുക, 0 ആകുമ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, അപ്പോൾ എന്താണ് രണ്ടിനും കോസ് 30 ആകുമ്പോൾ എന്താണ് 0.866. വെൻ ലോഡ് പവർ ഫാക്ടർ ഈസ് 0.866 ദാറ്റ് ഈസ് ഫേസ് ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇൻ ദിസ് കേസ് വിൽ ഹാവ് പവർ ഫാക്ടർ ഓഫ് 30 - 30. അപ്പോൾ എന്താണ് ഇവിടെ 1 ആയി. ആൻഡ് ദ അതർ പവർ ഫാക്ടർ 30 + 30 0.5. അപ്പോൾ ഒരെണ്ണത്തിന് ട്രാൻസ്ഫോമർ 1ൻ്റെ എന്താവും പവർ ഫാക്ടർ യൂണിറ്റി ആവും 1 ആയിരിക്കും, പക്ഷേ മറ്റേത് എന്താവും 0.5. ഇനി വെൻ ലോഡ് പവർ ഫാക്ടർ ഈസ് 0.5 ദാറ്റ് ഈസ് ഫേസ് ആംഗിൾ 60 ആണ് വിചാരിക്കുക. ഫേസ് ആംഗിൾ 60 ആണ് പവർ ഫാക്ടർ. ലോഡ് പവർ ഫാക്ടർ ഇവിടെ നേരത്തെ ലോഡ് പവർ ഫാക്ടർ 1 എന്ന് പറഞ്ഞാൽ ഫേസ് ആംഗിൾ 0 ആകുമ്പോൾ നമ്മളുടെ ഓരോ കേസിലുള്ള ട്രാൻസ്ഫോമറിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത് എന്താണ് 38 വന്നത്. ഇനി ലോഡ് പവർ ഫാക്ടർ 86%, അതായത് 0.866 ആണെങ്കിൽ ഫേസ് ആംഗിൾ 30 ആവും. അപ്പോഴത്തെ കേസാണ് ഈ പറഞ്ഞത്. ഇനി പവർ ഫാക്ടർ 0.5 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 5 0.5, അതിന് 5 ആവുമ്പോൾ എന്താണ് 60 ഡിഗ്രി ആവും അല്ലേ. ഇൻ ദിസ് കേസ് വൺ ട്രാൻസ്ഫോമർ ഹാവ് എ പവർ ഫാക്ടർ ഓഫ് 30 - 60, it is 0.866, and the other have a 30 + 60, that is equal to 0. Thus at a load power factor of 0.5, one transformer delivers all the power 86.6%, അല്ലെങ്കിൽ 0.866 പവർ ഫാക്ടർ കിട്ടും. അതർ എന്താണ് സ്റ്റിൽ നെസസറി ടു ബി ദ സർക്യൂട്ട് ഡെലിവേഴ്സ് നോ പവർ അറ്റ് ഓൾ. അത് അവിടെ സർക്യൂട്ടിൽ ഉണ്ടെങ്കിൽ പോലും ഒരു പവർ എന്ത് ചെയ്യില്ല, അത് ഡെലിവറി ചെയ്യില്ല. കാരണം എന്താണ് അവിടെ പവർ ഫാക്ടർ എന്തായിപ്പോയി 0 ആയിപ്പോയി. പവർ ഫാക്ടർ 0 ആയിപ്പോയാൽ VI cos phi എന്ന് പറഞ്ഞാൽ എന്തായി 0 ആയി. ഇനി അപ്ലിക്കേഷൻസ് ഓഫ് ഓപ്പൺ ഡെൽറ്റ അല്ലെങ്കിൽ VV കണക്ഷൻ്റെ അപ്ലിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. VV സർക്യൂട്ട് ഹാസ് എ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് that are advantages. A few applications are given below. The circuit can be employed in an emergency situation when one transformer is in a complete delta. ഒരു ട്രാൻസ്ഫോമർ റിപ്പയറിന് വേണ്ടി എമർജൻസി ആയിട്ട് റിമൂവ് ചെയ്താൽ പോലും കണ്ടിന്യൂറ്റി ഓഫ് സർവീസ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിസ്യൂം ചെയ്യാൻ പറ്റും. Upon failure of the primary or secondary of one transformer of a complete delta circuit, the system can be operated VV circuit and can deliver 3-phase power with reduced capacity to a, അതായത് ചെറിയൊരു കപ്പാസിറ്റിയിൽ റിഡക്ഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. എ സർക്യൂട്ട് ഈസ് സംടൈംസ് ഇൻസ്റ്റാൾഡ് as VV circuit with understanding that its capacity may be increased by adding one or more transformer. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഒരു 2 ട്രാൻസ്ഫോമർ VV കണക്ഷനിൽ കൊടുത്തിട്ട് കപ്പാസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അതാണ് ഈ പറയുന്നത് PV/delta 1/√3 0.57%. അപ്പോൾ P delta √3 PV നമുക്ക് കണക്കാം. അപ്പോൾ if a VV circuit is changed to complete delta circuit, the capacity is increased by a factor 1.732 എന്നുള്ള ഫാക്ടറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതാണ് അപ്ലിക്കേഷൻ VV സർക്യൂട്ടിലുള്ള ഒരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ട്രാൻസ്ഫോമർ വെച്ചിട്ട് തുടങ്ങാൻ പറ്റും. സ്കോട്ട് കണക്ഷൻ. ഓൾദോ ദർ ആർ നോ 2-phase transmission and distribution system, a 2-phase supply is സംടൈംസ് നമുക്ക് 2-phase ട്രാൻസ്മിഷൻ ഇല്ല, ഡിസ്ട്രിബ്യൂഷൻ ഇല്ല, പക്ഷേ സംടൈംസ് നമുക്ക് എന്ത് ഈ 2-phase സപ്ലൈ നമുക്ക് ആവശ്യമുണ്ട്. വി ക്യാൻ കൺവേർട്ട് 3-phase സപ്ലൈ ഇൻറ്റു 2-phase സപ്ലൈ ത്രൂ സ്കോട്ട് ഓർ TT കണക്ഷൻ. സ്കോട്ട് കണക്ഷനോ അല്ലെങ്കിൽ TT കണക്ഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ 3-phase സപ്ലൈനെ നമുക്ക് 2-phase സപ്ലൈ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അത് 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വൺ ഈസ് കോൾഡ് ദ മെയിൻ ട്രാൻസ്ഫോമർ M. ഒരെണ്ണം മെയിൻ ട്രാൻസ്ഫോമർ M വിച്ച് ഹാസ് എ സെൻറ്റർ ടാപ്ഡ് പ്രൈമറി വൈൻഡിങ്. The center tap being C. The primary of this transformer has N1 turns. Primary എന്തായിരിക്കും N1 turns ഉണ്ട്, and it is connected between terminals B and star. ബിയുടെയും സ്റ്റാറിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ഇത് കണക്ട് ചെയ്യും. ഓക്കെ, between B and Y ഇടയിൽ എന്ത് ചെയ്യും, ഇത് കണക്ട് ചെയ്യും of a 3-phase supply. The other transformer is called teaser transformer T. അതർ ട്രാൻസ്ഫോമർ നമ്മൾ എന്ത് പറയും, ടീസർ ട്രാൻസ്ഫോമർ T എന്ന് പറയും. ഇവിടെ ഞാൻ കണക്ഷൻ കാണിച്ചതിൽ പ്രശ്നമുണ്ട്. വൺ ഈസ് കോൾഡ് മെയിൻ ട്രാൻസ്ഫോമർ M. ആ ട്രാൻസ്ഫോമർ സെൻറ്റർ ടാപ്പ് ചെയ്തിട്ടുണ്ടാവും. മെയിൻ ട്രാൻസ്ഫോമറാണ് ഇത്. ഓക്കെ, അതിൻ്റെ ഫിഗർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്,
സെൻറ്റർ ടാപ്പ് ചെയ്തിട്ട് സീൽഡ് സെൻറ്റർ ടാപ്പ് ചെയ്തിട്ട് ബിയുടെയും വൈയുടെയും അക്രോസ് എന്ത് ചെയ്തിട്ടുണ്ട് അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈമറി ഓഫ് ദിസ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ N1 ടേൺസ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് സൈഡിലും N1/2 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അതർ ട്രാൻസ്ഫോമർ ഈസ് കോൾഡ് ദ ട്രീസർ ട്രാൻസ്ഫോമർ ആൻഡ് ഇറ്റ്സ് പ്രൈമറി ഹാസ് 0.866 N1 ടേൺസ്. വൺ എൻഡ് ഓഫ് ദിസ് പ്രൈമറി ഈസ് കണക്റ്റഡ് ടു ടാപ്പ് സി. അപ്പോൾ ഇതിൽ നേരെ R കണക്ട് ചെയ്ത് പ്രൈമറി ഇതിൽ ഒരു എൻഡ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഈ സിയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദ അതർ എൻഡ് ടു ദ ടെർമിനൽ R. അപ്പോൾ R/B കണക്ഷൻ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ദ നമ്പർ ഓഫ് ടേൺസ് N2 ഓഫ് ദ സെക്കൻഡറി വൈൻഡിങ് ഓഫ് ദ ടു ട്രാൻസ്ഫോമേഴ്സ് ആർ ഈക്വൽ. സോ ദ വോൾട്ടേജ് അക്രോസ് ദ സെക്കൻഡറി ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ഹാവിങ് എ ഫേസ്. ഇവിടെ രണ്ട് ട്രാൻസ്ഫോമറുകൾ, അപ്പോൾ രണ്ടിനും ഫേസ് ഡിഫറൻസ് എന്താണ്, 90 ഡിഗ്രി ആയിട്ട് വരും. ദ സ്കോട്ട് കണക്ഷൻ ഓഫ് ടു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ എനേബിൾസ് അസ് ടു കൺവേർട്ട് എന്താണ്, ഇവിടെ ഒരു ഫേസിൽ വരുമ്പോൾ 90 ഡിഗ്രി ആയിട്ടാണ് ഇവിടെ വരിക കേട്ടോ. ഓക്കെ, ദ സ്കോട്ട് കണക്ഷൻ ഓഫ് എ ടു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ എനേബിൾ അസ് ടു കൺവേർട്ട് 3 ഫേസ് സപ്ലൈ ടു എ 2 ഫേസ് സപ്ലൈ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 ഫേസ് സപ്ലൈ ഇവിടെ നോക്കി നോക്കിയേ, ഇവിടെയുള്ള 3 ഫേസ് സപ്ലൈ നമുക്ക് ഇവിടെ ഒരു ഫേസും ഇവിടെ ഒരു ഫേസും, അങ്ങനെ 2 ഫേസ് സപ്ലൈ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. 3 ഫേസ് സപ്ലൈനെ 2 ഫേസ് സപ്ലൈ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, റെഫറിങ് ടു ഫിഗർ 1, ദ സെൻറ്റർ ടാപ്ഡ് primary of the main transformer, the center tapped primary of the main transformer has line voltage എന്താണ്, സെൻറ്റർ ടാപ്പ് ചെയ്തതിന് V/B അപ്ലൈഡ് ടു ഇറ്റ്സ് ടെർമിനൽസ്. V/B അപ്ലൈഡ്, ഇത് കണ്ടു, V/B അപ്ലൈഡ് ടു ഇറ്റ്സ് ടെർമിനൽസ്, V/B അപ്ലൈഡ് ആണ്. ദ സെക്കൻഡറി ടെർമിനൽ V2 ഓഫ് ദ മെയിൻ ട്രാൻസ്ഫോമർ, ദ സെക്കൻഡറി ടെർമിനൽ V2 ഓഫ് ദ മെയിൻ ട്രാൻസ്ഫോമർ ഈസ് V2 ഈക്വൽ ടു എന്താ വരിക, N2/N1 ഇൻറ്റു V/B. കാരണം എന്താണ്, V2/V/B ഈസ് ഈക്വൽ ടു N2/N1 ആണ് അല്ലേ, N1 ആണ്. അപ്പോൾ എന്താണ്, ഇത് ഇങ്ങോട്ട് പോയി, അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ എന്താണ്, N2/N1 ഇൻറ്റു V/B വന്നു. അപ്പോൾ ഈ V/B ആണ് എന്താണ്, ലോഡാണ്. അപ്പോൾ അതിനെ VL എഴുതി, ലൈൻ വോൾട്ടേജ് ആണ് അല്ലേ, അതിനെ ലോഡല്ല, ലൈൻ വോൾട്ടേജ് ആണ്. ഫിഗർ ടു ഷോസ് ദ റെലവൻറ്റ് ഫേസ് ഡയഗ്രാം. ലൈൻ വോൾട്ടേജ് ഓഫ് എ 3 ഫേസ് സിസ്റ്റം VR/V, this is VR/V/B and VBR, this V/B and VBR are balanced and shown on the phasor diagram as closed equilateral triangle. Or closed equilateral triangle ഇത് കണ്ടോ, VR/V/B VBR എന്നിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദ വോൾട്ടേജ് അക്രോസ് ദ 2 halves ഓഫ് ദ സെൻറ്റർ ടാപ്ഡ് പ്രൈമറി ഓഫ് ദ മെയിൻ ട്രാൻസ്ഫോമർ എന്താണ്, ഈ ഇതിൻ്റെ ഇതെന്താണ്, VCB വരും അല്ലേ, ഒന്ന് VCB വരും, പിന്നെ എന്താണ് VYC വരും. അപ്പോൾ ആ VCB ഏത്, V/Bനെ എഴുതി വെച്ചിട്ടുണ്ട്, VCB ആൻഡ് VYC സെൻറ്റർ ടാപ്പ് ചെയ്തിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ലീഡ്സ് V/B/90 ഡിഗ്രി. ഈ ഇതിൽ നിന്ന് V/B എന്താണ്, ലീഡ്സ് ബൈ 90 ഡിഗ്രി ആയിട്ടാണ് നിൽക്കുക. ഓക്കെ, ദിസ് വോൾട്ടേജ് VRC ഈസ് അപ്ലൈഡ് ടു ദ പ്രൈമറി ഓഫ് ദ ടീസർ ട്രാൻസ്ഫോമർ. ഈ ഇതാണ് എന്ത്, ടീസർ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ആയിട്ട് VRC, ഇവിടെയുള്ള VRC ആണ് ടീസർ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ആയിട്ട് പോവുക. ഓക്കെ, അതാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത് VRC ആണത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നമ്മൾ സ്പോട്ട് കണക്ഷൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി അതിൻ്റെ നമ്മൾ എന്താണ് പറയുക, രണ്ട് ഇക്വേഷൻസ് കൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. VRC, therefore secondary voltage V1 of the teaser transformer will lead the secondary voltage V2/90 degree. അപ്പോൾ V2നെ 90 ഡിഗ്രി കൊണ്ട് എന്ത് ചെയ്യും, അത് ഇത് കണ്ടോ, ഇങ്ങനെ V2നെ ഇത് എന്ത് ചെയ്യും, ലീഡ് ചെയ്യും. ഇവിടെ നമുക്കറിയാം V2ഉം V1ഉം എന്താണ്, ഈക്വലാണ്. അപ്പോൾ VRC ഈക്വൽ ടു VR/cos 30 ഡിഗ്രി വരും. അപ്പോൾ VR/ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VL ആണ് നമ്മൾ പറഞ്ഞു, cos 30 പറഞ്ഞാൽ √3/2 ആണ്. അപ്പോൾ 0.866 VL കിട്ടും. V2 പറഞ്ഞാൽ എന്താണ്, N2/0.866 V1 ആണ് നേരത്തെ എഴുതിയില്ല, ഇൻറ്റു NRC. അപ്പോൾ എന്തായി, ഇത് നമ്മൾ എഴുതി. ഇനി V1 ആ ടീസർ ട്രാൻസ്ഫോമറിൻ്റെ V1നാണെങ്കിൽ N2/0.866 V1 എന്നുള്ള രീതിയിൽ വന്നു, ഇൻറ്റു VRC വന്നു. അപ്പോൾ എന്താണ്, ഈ VRC നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്, ഇത് കണ്ടുവച്ചിട്ടുണ്ട്, ഇതും കട്ട് ചെയ്ത് പോയി. അപ്പോൾ N2/N1 ഇൻറ്റു VL ദാറ്റ് ഈസ് ഈക്വൽ ടു V2 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ദസ് വോൾട്ടേജ് V1 ആൻഡ് V2 കൺസ്റ്റിറ്റ്യൂട്ട് ബാലൻസ്ഡ് 2 ഫേസ് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് 2 വോൾട്ടേജ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഹാവിങ് എ ഡിഫറെൻറ്റ് ഫേസസ്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്. ജസ്റ്റ് അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 3-4 റെക്കോർഡ് ചെയ്യണം, അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്.
ഇത് 30 മിനിറ്റ് വന്നിട്ടുണ്ട്. എനിവേ നമുക്ക് അടുത്ത് വെക്റ്റർ കണക്ഷൻ വെച്ചിട്ട് നമുക്ക് ഞാൻ വെക്റ്റർ ഇതുണ്ട് ഗ്രൂപ്പിംഗ്, ആ വെക്റ്റർ ഗ്രൂപ്പിംഗ് അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുത്തുതരാം. ഓക്കെ.